കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് ലഭിച്ചു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശകൾക്ക് ഗവർണർ അംഗീകാരം നൽകി. മോചന തീരുമാനം വരുമ്പോഴും കണ്ണൂർ വനിതാ ജയിലിലെ തടവുകാരിയായ ഷെറിൻ പരോളിലാണ്. ജനുവരി 22 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഷെറിൻ കാരണവരടക്കം 11 തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. മന്ത്രിസഭാ തീരുമാനം വിവാദമായതോടെ മാസങ്ങൾ കഴിഞ്ഞാണ് സർക്കാർ ശുപാർശ സമർപ്പിച്ചത്. ശുപാർശ ലഭിച്ചപ്പോൾ ഗവർണർ സർക്കാരിനോട് ചില വിവരങ്ങൾ ആരാഞ്ഞു. കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലം എന്താണ്, ഈ തടവുകാർക്ക് ലഭിച്ച പരോളിന്റെ കണക്കെന്താണ് തുടങ്ങിയവയാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. ഈ കണക്ക് ലഭിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ഷെറിൻ അടക്കമുള്ളവരുടെ കാര്യത്തിൽ അനുകൂല തീരുമാനമെടുത്തത്. സ്ത്രീ, കുടുംബിനി എന്നീ മനുഷ്യത്വപരമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷാ ഇളവ് നൽകണമെന്ന കാര്യത്തിൽ അനുകൂല തീരുമാനമെടുത്തതെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. തീരുമാനത്തിന് ഗവർണർ തുല്യം ചാർത്തതോടെ ഷെറിന് വൈകാതെ ജയിൽ മോചിതയാകാം. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കണ്ണൂർ വനിതാ ജയിലിൽ നിന്നായിരിക്കും ഷെറിനെ മോചിപ്പിക്കുക. എന്നാൽ മോചന ഉത്തരവ് വരുമ്പോഴും ഷെറിൻ ജയിലിലില്ല. ഷെറിൻ 15 ദിവസത്തെ പരോളിൽ ജയിലിന് പുറത്താണ്. നവംബർ 8 ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കർ വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെട്ട ഭാസ്കര കാരണവർ ഷെറിന്റെ ഭർത്തൃപിതാവായിരുന്നു. ഷെറിനും പുരുഷ സുഹൃത്തായ ബാസിദ് അലിയും അടങ്ങുന്ന 4 അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. 4 പേരെയും മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഇതോടെയാണ് ഷെറിൻ ജയിലിലായത്. തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുമ്പോൾ ജയിലിലെ അവരുടെ പെരുമാറ്റം ഒരു പ്രധാന മാനദണ്ഡമായി പരിഗണിക്കാറുണ്ട്. എന്നാൽ ഷെറിൻ ഇക്കാര്യത്തിൽ വ്യത്യസ്തയാണ്. ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തൽ, സഹതടവുകാരെ മർദ്ദിക്കൽ തുടങ്ങിയ നിരവധി പരാതികൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ ഷെറിനെതിരെ ഉണ്ടായിരുന്നു. അനധികൃതമായി പരോൾ നേടിയെന്ന ആരോപണവും ഷെറിനെതിരെയുണ്ട്. 480 ദിവസമാണ് ഷെറിൻ പരോളിൽ ജയിലിന് പുറത്തു കഴിഞ്ഞത്. ഇങ്ങനെയുള്ള ഒരാൾക്കാണ് സർക്കാർ ഇപ്പോൾ ജയിൽ മോചനം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.